ഡിഷയ്ക്ക് നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ SSCയുടെ എക്സാംസിന് സ്ട്രാറ്റജിക്ക് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളും ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു ചില ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളും ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇതിന് എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആ ഫോർമാറ്റിലല്ല നമ്മൾ പഠിക്കുന്നത്. ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസിനെ കണക്റ്റഡ് ഫാക്റ്റുകളാക്കിയാണ് പറഞ്ഞിരുന്നത്. സോ അതുകൊണ്ട് പറയുന്ന ഓരോ പോയിന്റ്സും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാ പോയിന്റും നോട്ട് ചെയ്തോളുക. വീണ്ടും പറയുന്നു, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് കണക്റ്റഡ് ഫാക്റ്റുകളായിട്ട് പറയുന്നത്. സോ അത് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നീട് ക്ലാസ് കേൾക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. പിന്നീടുള്ള ടൈം അറിയാത്ത പോയിന്റുകൾ മാത്രം റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് ജ്ഞാനപീഠ അവാർഡ് വിന്നിംഗ് വുമൺ റൈറ്റർ? ജ്ഞാനപീഠ അവാർഡ് വിൻ ചെയ്യുന്ന വുമൺ റൈറ്റർ ഈ പറയുന്നവയിൽ ആരാണ്? അറിയുക. ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1961 ഇറ്റ് ഈസ് ഫസ്റ്റ് അവാർഡ് ഇൻ ദി ഇയർ 1965. 1961 ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് ആദ്യമായിട്ട് നൽകുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1965 കഴിഞ്ഞില്ല. ഈ 1965 ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ജി ശങ്കരക്കുറുപ്പാണ്. കേട്ടോ, ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത് ഏതിനാണ്? ഓടക്കുഴലിനാണെന്ന് കൂടി അറിയുക. ഏതിനാണ്? ഓടക്കുഴൽ. ഓക്കെ, ഇനി ശരിക്കും ജ്ഞാനപീഠ അവാർഡ് ഏതൊക്കെ ലാംഗ്വേജിലാണ് നൽകിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 22 ഒഫീഷ്യൽ ലാംഗ്വേജ് പ്ലസ് ഇംഗ്ലീഷ് ആണ്. കേട്ടോ, ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ജ്ഞാനപീഠ അവാർഡ് എത്ര ലാംഗ്വേജിലാണ് നൽകിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 22, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന 22 ഒഫീഷ്യൽ ലാംഗ്വേജ് പ്ലസ് ഇംഗ്ലീഷ് ലാംഗ്വേജിനാണ് ജ്ഞാനപീഠ അവാർഡ് നൽകുന്നത്. ഓക്കെ, അപ്പൊ 1961 ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇറ്റ് ഈസ് ഫസ്റ്റ് അവാർഡ് ഇൻ ദി ഇയർ 1965. 1965 ഈ അവാർഡ് ലഭിക്കുന്നത് ജി ശങ്കരക്കുറുപ്പിനാണ്. ഏതിനാണ്? ഓടക്കുഴൽ. ജ്ഞാനപീഠ അവാർഡ് എത്ര ലാംഗ്വേജസിൽ നൽകുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് പ്ലസ് ഇംഗ്ലീഷ്. അപ്പൊ ടോട്ടൽ 23 ലാംഗ്വേജസിലാണ് ജ്ഞാനപീഠ അവാർഡ് നൽകുന്നത്. ന്യൂസ് പേപ്പർ ഗ്രൂപ്പ് ബിഹൈൻഡ് ജ്ഞാനപീഠ അവാർഡ്. ജ്ഞാനപീഠ അവാർഡിന്റെ പിന്നിലുള്ള ന്യൂസ് പേപ്പർ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദ ടൈംസ് ഓഫ് ഇന്ത്യ ആണ്. കേട്ടോ, അതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ദ ന്യൂസ് പേപ്പർ ഗ്രൂപ്പ് ബിഹൈൻഡ് ജ്ഞാനപീഠ അവാർഡ്. ജ്ഞാനപീഠ അവാർഡിന് പിന്നിലുള്ള ന്യൂസ് പേപ്പർ ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടൈംസ് ഓഫ് ഇന്ത്യ ആണ്. കഴിഞ്ഞില്ല. ജ്ഞാനപീഠ അവാർഡിന്റെ പ്രൈസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. 11 lakh rupees പ്ലസ് എ സൈറ്റേഷൻ ആൻഡ് ബ്രോൺസ് റെപ്ലിക്ക ഓഫ് ഗോഡസ് സരസ്വതി. ഓക്കെ, അപ്പൊ ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ജ്ഞാനപീഠ അവാർഡിന്റെ പ്രൈസ് എന്താണെന്ന് അറിയണം. 11 lakh പ്ലസ് എ സൈറ്റേഷൻ ആൻഡ് എ ബ്രോൺസ് റെപ്ലിക്ക ഓഫ് ഗോഡസ് സരസ്വതി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 1961 ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1965 ഇത് ആദ്യമായിട്ട് ആർക്ക് ലഭിക്കുന്നു? ജി ശങ്കരക്കുറുപ്പിന് ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കൂടി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വുമൺ ടു വിൻ ജ്ഞാനപീഠ അവാർഡ്. ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ വുമൺ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 1976 ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാപൂർണ ദേവി. കേട്ടോ, ഓക്കെ, ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന ഫസ്റ്റ് വുമൺ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1976 ആശാപൂർണ ദേവിയാണെന്ന് അറിയുക. ദെൻ സെക്കൻഡ് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന വുമൺ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1981 അമൃതം പ്രീതമാണ്. കേട്ടോ, 1981 അമൃതം പ്രീതം. ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന മൂന്നാമത്തെ വുമൺ ആണ് ആരെന്ന് പറയുന്നത്? മഹാദേവി വർമ്മ എന്ന് പറയുന്നത്. മഹാദേവി വർമ്മയ്ക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1982 ഏത് പോയത്തിന്റെ കളക്ഷനാ? യാമ എന്ന് പറയുന്ന പോയംസിന്റെ കളക്ഷൻ ആണ് മഹാദേവി വർമ്മയ്ക്ക് 1982 ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നതിനോട് ഓർക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു തന്നത്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗെറ്റ് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാപൂർണ ദേവിയാണ്. ആശാപൂർണ ദേവിക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന വർഷം അറിയുക 1976. ആശാപൂർണ ദേവി എന്ന് പറയുന്നത് ഏത് ലാംഗ്വേജിലെ റൈറ്റർ ആണ്? ബംഗാളി ലാംഗ്വേജ് റൈറ്റർ ആണെന്ന് കൂടി അറിയുക. കേട്ടോ, 1980
1981 സെക്കൻഡ് വുമൺ ടു ഗെറ്റ് ജ്ഞാനപീഠ അവാർഡ്. ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന രണ്ടാമത്തെ വുമൺ ആണ് അമൃതം പ്രീതം, മൂന്നാമത്തെ വുമൺ ആണ് മഹാദേവി വർമ്മ. അറിയുക, മഹാദേവി വർമ്മയ്ക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന വർഷം എന്ന് പറയുന്നത് 1982 ഏത് പോയംസിന്റെ കളക്ഷൻ? യാമ എന്ന് പറയുന്ന പോയത്തിന്റെ കളക്ഷൻ. ഓക്കെ, അപ്പോ ശരിക്കും നമ്മൾ അറിയണം ഈ 1976 എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ട്. 1976 ആപ്പിൾ ഫൗണ്ട് ചെയ്തത് കേട്ടോ. ആപ്പിൾ ഫൗണ്ട് ചെയ്യുന്ന വർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 1976 ഇനി എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് കേട്ടോ. എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്. എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് എല്ലാ പോയിന്റ് നോട്ട് ചെയ്തോണേ. അതെന്താണ്? 1981 1982 പ്രത്യേകത കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഞാൻ നിങ്ങളെ പഠിപ്പിച്ച, അതായത് നമ്മുടെ ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ വെച്ചിട്ട് സെക്കൻഡ് ടൈം ഹോസ്റ്റ് ചെയ്യുന്നത് 1982 അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതായത് ഇങ്ങനെയാണ് പറഞ്ഞത്, താഴത്ത് പറയുന്നവയിൽ ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന വുമൺ റൈറ്റർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മഹാദേവി വർമ്മയാണ്. മഹാദേവി വർമ്മയ്ക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന വർഷം അറിയുക 1982 1982 മഹാദേവി വർമ്മയ്ക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത് ഏത് പോയത്തിന്റെ കളക്ഷൻ ആണ്? ഏത് പോയംസിന്റെ കളക്ഷൻ ആണ്? യാമയാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അറിയുക. അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കേണ്ട പോയിന്റ്സുകളെ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം, കേൾക്കുന്നതിന്റെ കൂടെ തന്നെ പഠിച്ചോളുക. ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1961 ഇറ്റ് ഈസ് ഫസ്റ്റ് അവാർഡ് ഇൻ ദ ഇയർ 1965. ഫസ്റ്റ് പേഴ്സൺ ടു ഗെറ്റ് ജ്ഞാനപീഠ അവാർഡ് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഏതിനാണ്? ഓടക്കുഴൽ. എത്ര ലാംഗ്വേജസിൽ ജ്ഞാനപീഠ അവാർഡ് നൽകുന്നു? ടോട്ടൽ 23 ലാംഗ്വേജസ്. നമ്മുടെ 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് പ്ലസ് ഇംഗ്ലീഷ്. ന്യൂസ് പേപ്പർ ഗ്രൂപ്പ് ബിഹൈൻഡ് ജ്ഞാനപീഠ അവാർഡ്. ജ്ഞാനപീഠ അവാർഡിന്റെ പിന്നിലുള്ള ന്യൂസ് പേപ്പർ ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടൈംസ് ഓഫ് ഇന്ത്യ ആണ്. ഇതിന്റെ പ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 lakh പ്ലസ് എ സൈറ്റേഷൻ ആൻഡ് ബ്രോൺസ് റെപ്ലിക്ക ഓഫ് ഗോഡസ് സരസ്വതി. ഓക്കെ, ഇനി ഓർക്കുക, നമ്മൾ പറഞ്ഞു അതായത് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന മൂന്നാമത്തെ വുമൺ ആണ് ആരെന്ന് പറഞ്ഞു? മഹാദേവി വർമ്മ എന്ന് പറഞ്ഞു. അപ്പോ ബാക്കി രണ്ട് പൊസിഷനിൽ ആരാണെന്ന് അറിയണം. ആശാപൂർണ ദേവിക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നു 1976 ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗെറ്റ് ജ്ഞാനപീഠ അവാർഡ്. ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ വുമൺ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാപൂർണ ദേവി. ആശാപൂർണ ദേവിക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന വർഷം 1976 അതിനുശേഷം സെക്കൻഡ് വുമൺ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമൃതം പ്രീതം. അമൃതം പ്രീതത്തിന് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത് 1981 തേർഡ് വുമൺ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവി വർമ്മ. ഏത് വർഷം? 1982 ഓക്കെ. 1976 മറ്റൊരു പ്രത്യേകത ആപ്പിൾ ഫൗണ്ട് ചെയ്യുന്ന അന്നാണ്. 1981 എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള മറ്റൊരു പ്രത്യേകത എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് അന്നാണ്. 1982 പ്രത്യേകത ഏഷ്യൻ ഗെയിംസ് സെക്കൻഡ് ടൈംസ് ഇന്ത്യയിൽ വെച്ച് ഹോസ്റ്റ് ചെയ്യുന്നത് 1982 അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പർലി ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാ, which of the following statement regarding ദ്രോണാചാര്യ അവാർഡീസ് or are correct? അതായത് ദ്രോണാചാര്യ അവാർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് സെന്റൻസ് തന്നിട്ടുണ്ട്, ഇതിൽ ഏതാണ് കറക്റ്റ്? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദ ക്വസ്റ്റ്യൻ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇങ്ങനെ വായിക്കാം. It carries a cash prize of 10 lakhs and features a gold statue of Guru Dronacharya. Second എന്ന് പറയുന്നത് O.M. Nambyar was honored with first Dronacharya award in 1985 for outstanding coaching. Okay, അപ്പോ ഇവിടെ നമ്മൾ അറിയേണ്ടത് ദ്രോണാചാര്യ അവാർഡ് ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. സ്പോർട്സിൽ ആർക്ക് കൊടുക്കുന്ന അവാർഡാ? സ്പോർട്സില് നല്ല കോച്ചസിന്, ബെസ്റ്റ് കോച്ചസിന് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ സെന്റൻസ് പറയുന്നത് തെറ്റാണ്. അതായത് ദ്രോണാചാര്യ അവാർഡ് ഇറ്റ് ക്യാരീസ് എ ക്യാഷ് പ്രൈസ് ഓഫ് 10 lakh അല്ല, ഇറ്റ് ക്യാരീസ് എ ക്യാഷ് പ്രൈസ് ഓഫ് 15 lakh ആണ് കേട്ടോ. ഇറ്റ് ക്യാരീസ് എ ക്യാഷ് പ്രൈസ് ഓഫ് 15 lakh ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് എ ബ്രോൺസ് സ്റ്റാച്യു ഓഫ് ഗുരു ദ്രോണാചാര്യ. ഏത് സ്റ്റാച്യു ആണ് നൽകുന്നത്? ഗോൾഡ് സ്റ്റാച്യു അല്ല, ബ്രോൺസ് സ്റ്റാച്യു ആണ്. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്ത് പഠിച്ചേക്കുക. ദ്രോണാചാര്യ അവാർഡിന്റെ ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 lakh ആണ്. മാത്രമല്ല ഇവിടെ ഗുരു ദ്രോണാചാര്യയുടെ ബ്രോൺസ് സ്റ്റാച്യു ആണ് നൽകുന്നത്. ദ്രോണാചാര്യ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം അറിയുക. ദ്രോണാചാര്യ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം 1985 കേട്ടോ. സ്പോർട്സിൽ കോച്ചസിന് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ദ്രോണാചാര്യ അവാർഡിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 15 lakh ആണെന്ന് അറിയുക.
ദ്രോണാചാര്യ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം അറിയുക 1985. ഓക്കെ, തൊട്ടടുത്ത് പറയുന്ന സെന്റൻസ് OM നമ്പ്യാർ വാസ് ഓണേർഡ് വിത്ത് ഫസ്റ്റ് ദ്രോണാചാര്യ അവാർഡ് ഇൻ 1985 ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് കോച്ചിങ്. ഔട്ട്സ്റ്റാൻഡിംഗ് കോച്ചിങ്ങിന് ദ്രോണാചാര്യ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത് OM നമ്പ്യാറിന് തന്നെയാണ്. നമ്മുടെ PT ഉഷയുടെ കോച്ചായിരുന്നു ആരെന്ന് പറയുന്നത്? OM നമ്പ്യാർ എന്ന് പറയുന്നത്. കേട്ടോ, PT ഉഷയുടെ കോച്ചായിരുന്നു ആരെന്ന് പറയുന്നത്? OM നമ്പ്യാർ എന്ന് പറയുന്നത്. അപ്പോ OM നമ്പ്യാറിന് തന്നെയാണ് 1985 ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ദ്രോണാചാര്യ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത്. ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? പ്രോപ്പർലി അറിഞ്ഞിരിക്കുക. പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ദ്രോണാചാര്യ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം പ്രോപ്പർലി അറിയുക. 1985 സ്പോർട്സിൽ കോച്ചസിന് നൽകുന്ന ഈ അവാർഡിന്റെ ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് അറിയുക? 15 lakh ആണെന്ന് അറിയുക. കൂടാതെ ബ്രോൺസ് സ്റ്റാച്യു ഓഫ് ഗുരു ദ്രോണാചാര്യയും നൽകുന്നുണ്ട്. ഇനി ഈ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത് നമ്മുടെ PT ഉഷയുടെ കോച്ചായിട്ടുള്ള OM നമ്പ്യാറിനാണെന്ന് കൂടി അറിയുക. ഇൻ ദ ഇയർ 1985. അപ്പൊ ശരിക്കും ഇവിടെ ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരിക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ SSCയുടെ പ്രീമിയം ബാച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോഴും പറയുന്ന പോലെ തന്നെ, നിങ്ങൾക്ക് കോഴ്സസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ലൈവ് ക്ലാസ്സുകളായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാക്കൽറ്റീസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഡൗട്ട് ഒക്കെ ആ സമയത്ത് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഓരോ ലൈവ് ക്ലാസ്സും 1 hour ആയിരിക്കും ഡ്യൂറേഷൻ. അപ്പൊ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ക്ലാസ്സുകൾ ഉണ്ടെന്ന് അത് നിങ്ങളെ എന്ത് ചെയ്യും? ഷെഡ്യൂൾ ആക്കി ഓരോ വീക്കിന്റെ എൻഡിൽ നിങ്ങളെ അറിയിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിക്കും പ്രോപ്പർ 1 hour കൊണ്ട് ആ ക്ലാസ് പഠിപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ അത് കേട്ട് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചു പോകാനായിട്ട് പറ്റും. അങ്ങനെ ശരിക്കും നമ്മുടെ വരുന്ന SSC എക്സാംസിന് ഏറ്റവും ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ എക്സാം ഓറിയന്റഡ് വേയിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ശരിക്കും ഈ കോഴ്സിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ 2 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും? ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇതാ ഇങ്ങനെയാണ്, അതായത് വിച്ച് ഇന്ത്യൻ സ്പോർട്ടിംഗ് അവാർഡ് ഈസ് ഗിവൺ ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഇൻ സ്പോർട്സ് കോച്ചിങ്. അവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യ, ഇത് വീണ്ടും എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. അപ്പോ ഇവിടെ ചോദിച്ചത് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? 2 സ്റ്റേറ്റ്മെന്റ് ആയിട്ടാ. ഇവിടെ ചോദിച്ചത് സ്പോർട്സ് കോച്ചിങ്ങിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിന് നൽകുന്ന അവാർഡ് ഏത്? നമുക്ക് അറിഞ്ഞൂടെ ഏതാണ്? ദ്രോണാചാര്യ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം നമുക്കറിയാം 1985. ഇത് ആദ്യമായിട്ട് ലഭിക്കുന്ന ആർക്കാണെന്ന് അറിയാം? OM നമ്പ്യാർ. OM നമ്പ്യാർ PT ഉഷയുടെ കോച്ചാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചിട്ടുണ്ടോ? അത് നിങ്ങളെ മനസ്സിലാക്കി തരാനാണ് എക്സാമിന് തന്നെ ചോദിച്ച ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. കണക്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പിന്നീട് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദിച്ച ക്വസ്റ്റ്യൻ, റീസെന്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, in which year APJ അബ്ദുൽ കലാം ഓണേർഡ് ഭാരതരത്ന. APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം അറിയുക. അത് 1997 കേട്ടോ. APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ്? 1997. അപ്പോ കുറച്ചു പേരുടെ ഭാരതരത്ന അവാർഡ് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം അത് 1997. മറ്റുള്ള കുറച്ചു പേരുടെയും കൂടി ഭാരതരത്ന അവാർഡ് അറിയുക. ജവഹർലാൽ നെഹ്റു. ഓക്കെ, ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1955 കേട്ടോ. ലാൽ ബഹദൂർ ശാസ്ത്രി, ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1955. ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1966. അതിനുശേഷം ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്ന ലഭിക്കുന്നു. ഈ പേരുകളെല്ലാം അല്ലെങ്കിൽ ഇവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഭാരതരത്ന അവാർഡ് എല്ലാം എക്സാമിന് ചോദിച്ചാണ് കേട്ടോ. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന ലഭിക്കുന്നത് 1955. ലാൽ ബഹദൂർ ശാസ്ത്രി ആണെങ്കിൽ 1966. ഇന്ദിരാഗാന്ധി ആണെങ്കിൽ 1971. ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്ന ലഭിക്കുന്നത് 1971. രാജീവ് ഗാന്ധിക്ക് ഭാരതരത്ന ലഭിക്കുന്നത് 1991. ഒപ്പം അറിയുക, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഓർത്തോളുക, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. AB വാജ്പേയി, AB വാജ്പേയിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്ന് പറയുന്നത് 2015. അപ്പൊ പറഞ്ഞത് ഇങ്ങനെ, ഭാരതരത്ന അവാർഡ് ലഭിക്കുന്നു ജവഹർലാൽ നെഹ്റുവിനാണെങ്കിൽ 1955, ലാൽ ബഹദൂർ ശാസ്ത്രി ആണെങ്കിൽ 1966, ഇന്ദിരാഗാന്ധിക്ക് ആണെങ്കിൽ 1971,
രാജീവ് ഗാന്ധിക്കാണെങ്കിൽ 1991, AB വാജ്പേയി ആണെങ്കിൽ 2015, then നരസിംഹ റാവു, അതുപോലെ തന്നെ ചൗധരി ചരൺ സിംഗ്. നരസിംഹ റാവു അതുപോലെ ചൗധരി ചരൺ സിംഗ്. ഓക്കെ, നരസിംഹ റാവു അതുപോലെ ചൗധരി ചരൺ സിംഗ്. ഇവർക്ക് രണ്ടുപേർക്കും നമ്മുടെ ഭാരതരത്ന അവാർഡ് ലഭിക്കുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024-ലാണ്. നരസിംഹ റാവുക്കും ചൗധരി ചരൺ സിംഗിനും ഭാരതരത്ന അവാർഡ് ലഭിക്കുന്ന വർഷം എന്നാണ് 2024. നമ്മൾ പറഞ്ഞത് ഇങ്ങനെ, ഇതിലെല്ലാ പേഴ്സൺസിന്റെയും ഭാരതരത്ന അവാർഡ് വർഷം പഠിച്ചോളുക, സ്കിപ്പാക്കല്ലേ. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം 1955, ലാൽ ബഹദൂർ ശാസ്ത്രി ആണെങ്കിൽ 1966. പ്രത്യേകത ഓൾറെഡി നമുക്കറിയാം, ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഭാരതരത്ന ആഫ്റ്റർ പോസ്റ്റ്ഹുമസ്ലി. മരണശേഷം ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ, കേട്ടോ, ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഭാരതരത്ന ആഫ്റ്റർ പോസ്റ്റ്ഹുമസ്ലി. മരണശേഷം ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ആൻസർ ആര് തന്നെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി തന്നെയാണ്. ഇങ്ങനെ ഓർക്കുക, ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1955, ലാൽ ബഹദൂർ ശാസ്ത്രി ഏത് വർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1966-ലാണ്. ഇന്ദിരാഗാന്ധിക്കാണെങ്കിൽ 1971, രാജീവ് ഗാന്ധി ആണെങ്കിൽ 1991, AB വാജ്പേയി ആണെങ്കിൽ 2015, നരസിംഹ റാവുവും ചൗധരി ചരൺ സിംഗും ആണെങ്കിൽ 2024. ലാൽ ബഹദൂർ ശാസ്ത്രിയുമായി റിലേറ്റ് ചെയ്ത് ഓർക്കുക, ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഭാരതരത്ന ആഫ്റ്റർ പോസ്റ്റ്ഹുമസ്ലി. ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഭാരതരത്ന ആഫ്റ്റർ പോസ്റ്റ്ഹുമസ്ലി. മരണശേഷം ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചു APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം 1997-ലാണ്. ക്വസ്റ്റ്യൻ വരും, BR അംബേദ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം. BR അംബേദ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം 1990-ലാണ്. കേട്ടോ, നോട്ട് ചെയ്തോളുക. BR അംബേദ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ്? 1990-ലാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1992-ലാണ്. അപ്പൊ BR അംബേദ്കറിനാണെങ്കിൽ 1990-ല്, മൗലാന അബ്ദുൽ കലാം ആസാദിനാണെങ്കിൽ 1992-ല്. അപ്പൊ ഒരു കാര്യം കൂടി അറിയുക, നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം കൂടി അറിയണം, കേട്ടോ. സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് 2014-ലാണ്, കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത്രയും ഫാക്ടുകൾ ഓർത്തിരിക്കണം. അതായത് ഈ ഭാരതരത്ന അവാർഡുകൾ സെലക്ട് ചെയ്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. എഗെയിൻ ഞാൻ പറയുന്നു, ഒരിക്കൽ കൂടി പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ? അതായത് APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം 1997-ലാണ്. അറിയുക, ജവഹർലാൽ നെഹ്റുവിനാണെങ്കിൽ 1955-ല്, ലാൽ ബഹദൂർ ശാസ്ത്രിക്കാണെങ്കിൽ 1966-ല്. ഓർത്തോളുക, ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഭാരതരത്ന ആഫ്റ്റർ പോസ്റ്റ്ഹുമസ്ലി. മരണശേഷം ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ദിരാഗാന്ധിക്കാണെങ്കിൽ 1971-ല്, രാജീവ് ഗാന്ധിക്കാണെങ്കിൽ 1991-ല്, AB വാജ്പേയിക്കാണെങ്കിൽ 2015-ല്. ഓക്കെ, നരസിംഹ റാവുവിനും ചൗധരി ചരൺ സിംഗിനും ഭാരതരത്ന ലഭിക്കുന്ന വർഷം 2024-ലാണെന്ന് അറിയുക. ഇനി BR അംബേദ്കർ ആണെങ്കിലോ 1990-ലും, മൗലാന അബ്ദുൽ കലാം ആസാദ് ആണെങ്കിൽ 1992-ലും, സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം 2014-ലുമാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ കണ്ടോ, വീണ്ടും അഗൈൻ ക്വസ്റ്റ്യൻ ചോദിച്ചു. പ്രൈം മിനിസ്റ്റർ PV നരസിംഹ റാവു വാസ് പോസ്റ്റ്ഹുമസ്ലി awarded the dash in 2024. ഓക്കെ, അപ്പോ PV നരസിംഹ റാവുവിന് മരണശേഷം 2024-ൽ ലഭിക്കുന്ന അവാർഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതരത്ന അവാർഡാണ്. നരസിംഹ റാവുവിനും അതുപോലെ തന്നെ ചൗധരി ചരൺ സിംഗിനും 2024-ല് ഭാരതരത്ന അവാർഡ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, who among the following was awarded Nobel Peace Prize? അപ്പൊ ഈ പറയുന്നവയില് നോബൽ പീസ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ഓക്കെ, നമുക്കറിയാം നോബൽ പ്രൈസ് ടോട്ടൽ 6 ഫീൽഡിലാണ് നൽകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ ഓർ ലിറ്ററേച്ചർ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ 6 ഫീൽഡ് ഏതൊക്കെയാ? ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ ഓർ ഫിസിയോളജി, അതുപോലെ ലിറ്ററേച്ചർ, എക്കണോമിക്സ്, പീസ്.
കേട്ടോ. അപ്പൊ ഇങ്ങനെ ടോട്ടൽ 6 ഫീൽഡിലാണ് എന്ത് നൽകുന്നത്? നോബൽ പ്രൈസ് നൽകുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ ഓർ ഫിസിയോളജി, ലിറ്ററേച്ചർ, എക്കണോമിക്സ്, പീസ്. അപ്പൊ ശരിക്കും ഇതില് പീസിനൊഴിച്ച് ബാക്കി എല്ലാ ഫീൽഡിലും നോബൽ പ്രൈസ് നൽകുന്ന രാജ്യം സ്വീഡനാണ്. അറിയുക, പീസിന് നോബൽ പ്രൈസ് നൽകുന്ന രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോർവേ ആണ്. കേട്ടോ, പീസിനൊഴിച്ച് ബാക്കി എല്ലാ ഫീൽഡിലും നോബൽ പ്രൈസ് നൽകുന്ന രാജ്യം ഏതാ? സ്വീഡനാ. പീസിനുള്ള നോബൽ പ്രൈസ് നൽകുന്ന രാജ്യം ഏതാണ്? അത് നോർവേ ആണ്. ആ കാര്യം പ്രോപ്പർലി ഒന്ന് അറിയുക. ഇനി ശരിക്കും നമ്മുടെ എക്കണോമിക്സിനൊഴിച്ച് ബാക്കി എല്ലാ ഫീൽഡിലും നോബൽ പ്രൈസ് എന്ന് നൽകി? 1901 നൽകി. എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 1968 ഇറ്റ് ഈസ് ഫസ്റ്റ് അവാർഡ് ഇൻ ദി ഇയർ 1969 ആണ്. ആ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തുകൊള്ളുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഇങ്ങനെയാണ് നോബൽ പ്രൈസ് ടോട്ടൽ എത്ര ഫീൽഡിൽ നൽകുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 6 ഫീൽഡിലാണ് നൽകുന്നത്. അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നോളുക. ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ ഓർ ഫിസിയോളജി, ലിറ്ററേച്ചർ, എക്കണോമിക്സ്, പീസ്. അറിയുക, ഇതിലെ പീസിനൊഴിച്ച് ബാക്കി എല്ലാ ഫീൽഡിലും നോബൽ പ്രൈസ് നൽകുന്നത് സ്വീഡൻ ആണ്. പീസിനുള്ള നോബൽ പ്രൈസ് നൽകുന്ന രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോർവേ ആണ്. ഇനി ഒപ്പം ഒരു കാര്യം കൂടി അറിയുക, എക്കണോമിക്സിനൊഴിച്ച് ബാക്കി എല്ലാ ഫീൽഡിലും 1901 നോബൽ പ്രൈസ് നൽകി. എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1968 ഇറ്റ് ഈസ് ഫസ്റ്റ് അവാർഡ് ഇൻ ദി ഇയർ 1969 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ പറയുന്നവയിൽ നമ്മുടെ നോബൽ പീസ് പ്രൈസ് ലഭിക്കുന്നത് ആർക്കാണെന്ന ക്വസ്റ്റ്യൻ. കേട്ടോ, അപ്പൊ നോബൽ പീസ് പ്രൈസ് ലഭിക്കുന്നത് കൈലാസ് സത്യാർത്ഥിക്കാണ്. 2014 കൈലാസ് സത്യാർത്ഥിക്കാണ് ഇതിൽ നോബൽ പീസ് പ്രൈസ് ലഭിക്കുന്നത്. കൈലാസ് സത്യാർത്ഥിയോടൊപ്പം നോബൽ പീസ് പ്രൈസ് ആർക്കും ലഭിക്കുന്നുണ്ട്? മലാല യൂസഫ്സായിക്കും ലഭിക്കുന്നുണ്ട്. കേട്ടോ, ഓക്കെ. അപ്പൊ കൈലാസ് സത്യാർത്ഥിക്കും മലാല യൂസഫ്സായിക്കും കൂടിയാണ് 2014 നോബൽ പീസ് പ്രൈസ് ലഭിക്കുന്നതെന്ന് പ്രോപ്പർലി ഓർത്തിരുന്നോളുക. ഓക്കെ, അപ്പൊ പറഞ്ഞത് ഇങ്ങനെ, അതായത് നോബൽ പ്രൈസ് ടോട്ടൽ 6 ഫീൽഡിൽ നൽകുന്നു. ഇതില് പീസിനുള്ള നോബൽ പ്രൈസ് മാത്രം നൽകുന്നത് നോർവേ ആണ്. ബാക്കി എല്ലാ ഫീൽഡിലും സ്വീഡൻ. എക്കണോമിക്സിനൊഴിച്ച ബാക്കി എല്ലാ ഫീൽഡിലും 1901 നോബൽ പ്രൈസ് നൽകി. എക്കണോമിക്സിലുള്ള നോബൽ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 1968 ഇറ്റ് ഈസ് ഫസ്റ്റ് അവാർഡ് ഇൻ ദി ഇയർ 1969 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ആൻസർ കിട്ടിയില്ലേ? നോബൽ പീസ് പ്രൈസ് ലഭിക്കുന്നത് ആർക്കാ? കൈലാസ് സത്യാർത്ഥി. ഏത് വർഷമാ? 2014. 2014 കൈലാസ് സത്യാർത്ഥിയോടൊപ്പം നോബൽ പീസ് പ്രൈസ് ലഭിക്കുന്നത് ആർക്കാണ്? അത് മലാല യൂസഫ്സായിക്കാണ്. ഓക്കെ, കഴിഞ്ഞില്ല. അമർത്യ സെൻ ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? അമർത്യ സെൻ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. കേട്ടോ, നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അമർത്യ സെൻ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അമർത്യ സെന്നിന് എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്നത് 1998 ഓർക്കുക. സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. സുബ്രഹ്മണ്യം ചന്ദ്രശേഖറിന് ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്ന വർഷം അത് 1983 ആണെന്ന് അറിയുക. വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. വെങ്കട്ടരാമൻ രാമകൃഷ്ണന് കെമിസ്ട്രിയിലെ നോബൽ പ്രൈസ് ലഭിക്കുന്ന വർഷം അറിയുക 2009. അപ്പൊ ഇവിടെ ഈ കണക്റ്റഡ് പറഞ്ഞ അല്ലെങ്കിൽ ഓപ്ഷനിലുള്ള 4 പേരുകളും ഡെഫിനറ്റ്ലി പഠിച്ചു വെക്കണം. പറഞ്ഞത് ഇങ്ങനെ, കൈലാസ് സത്യാർത്ഥിക്ക് 2014 നോബൽ പീസ് പ്രൈസ് ലഭിക്കുന്നു. ഒപ്പം ആർക്കും ഉണ്ടായിരുന്നു? മലാല യൂസഫ്സായിക്കും ഉണ്ടായിരുന്നു. അമർത്യ സെന്നിന് നോബൽ പ്രൈസ് ലഭിക്കുന്നു എക്കണോമിക്സിൽ. ഏത് വർഷമാണെന്ന് അറിയുക? 1998. സുബ്രഹ്മണ്യം ചന്ദ്രശേഖറിന് 1983 ഫിസിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്നു. വെങ്കട്ടരാമൻ രാമകൃഷ്ണന് 2009 കെമിസ്ട്രിയിലും നോബൽ പ്രൈസ് ലഭിക്കുന്നു എന്ന് ഓർക്കുക. അപ്പൊ ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ നോബൽ പീസ് പ്രൈസ് ലഭിക്കുന്നത് ആർക്കാണ്? കൈലാസ് സത്യാർത്ഥിക്കാണ്. കൈലാസ് സത്യാർത്ഥിക്ക് നോബൽ പീസ് പ്രൈസ് ലഭിക്കുന്ന വർഷം 2014. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ജസ്റ്റ് ആഡ് ചെയ്തതാ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്. ഹർഗോവിന്ദ് ഖൊറാന നോബൽ പ്രൈസ് ലഭിക്കുന്നു. വർഷം എന്നാ? 1968. ഈ 1968 പ്രത്യേകത തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കേ. എന്തായിരുന്നു? 1968 എക്കണോമിക്സിലുള്ള നോബൽ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 1969 എക്കണോമിക്സിലുള്ള നോബൽ പ്രൈസ് ആദ്യമായിട്ട് നൽകി. ആ വർഷം കേൾക്കുമ്പോഴേ ആ ഒരു പ്രത്യേകത ഓർത്തോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഹർഗോവിന്ദ് ഖൊറാനയ്ക്ക് 1968 നോബൽ പ്രൈസ് ലഭിച്ചു. ഏത് ഫീൽഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ ആണ്. അപ്പൊ ഓർത്തോളുക, ഇങ്ങനെ തന്നെ നോട്ട് എഴുതി പഠിക്കുക. ഹർഗോവിന്ദ് ഖൊറാന ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? മെഡിസിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഹർഗോവിന്ദ് ഖൊറാനയ്ക്ക് നോബൽ പ്രൈസ് ലഭിക്കുന്ന വർഷം, മെഡിസിൻ നോബൽ പ്രൈസ് ലഭിക്കുന്ന വർഷം
അത് 1968 കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, in which is Indian state where first known rules of kabaddi formulated? അപ്പോൾ കബഡിയുടെ ഫസ്റ്റ് നോൺ റൂൾസ് അത് ഫോർമുലേറ്റ് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മഹാരാഷ്ട്രയാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് കുറച്ച് കാര്യങ്ങളോട് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതായത് ഓൾ ഇന്ത്യ കബഡി ഫെഡറേഷൻ, ഓൾ ഇന്ത്യ കബഡി ഫെഡറേഷൻ. അപ്പൊ ഓൾ ഇന്ത്യ കബഡി ഫെഡറേഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1950 കേട്ടോ. ഓൾ ഇന്ത്യ കബഡി ഫെഡറേഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം അറിയുക, അത് 1950 ശരിക്കും ഏത് രാജ്യത്തെ നാഷണൽ സ്പോർട്സ് ആണ്, ഏത് രാജ്യത്തെ നാഷണൽ സ്പോർട്സ് ആണ് കബഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശിന്റെ നാഷണൽ സ്പോർട്സ് ആണ് കേട്ടോ. ഓക്കെ, ബംഗ്ലാദേശിന്റെ നാഷണൽ സ്പോർട്സ് ആണ് എന്ന് പറയുന്നത് കബഡി എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഈ ഒരു ഗെയിം ലാസ്റ്റ് ചെയ്യുന്നത് എത്ര ടൈം ആണെന്ന് അറിയണം, 40 minutes with 5 minute break. 40 minutes with 5 minutes break. Okay, the game lasts for എത്ര നേരം നീണ്ടു നിൽക്കും? The game lasts for 40 minutes with 5 minutes break ആണ്. ഓക്കെ, അപ്പൊ ഈ കബഡിയിൽ ഓരോ ടീമിലും എത്ര മെമ്പേഴ്സ് ആണ് ഉണ്ടാവുക എന്ന് അറിയണം. ഓരോ ടീമിലും 7 മെമ്പേഴ്സ് കേട്ടോ. ഓരോ ടീമിലും എത്ര മെമ്പേഴ്സ്? 7 മെമ്പേഴ്സ് വീതമാണുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. അതായത് ശരിക്കും നമ്മുടെ കബഡിയുടെ ഫസ്റ്റ് നോൺ റൂൾ ഫോർമുലേറ്റ് ചെയ്ത് ഏത് സ്റ്റേറ്റ് ആണെന്ന് അറിയണം, മഹാരാഷ്ട്രയാണെന്ന് അറിയണം. അവിടെ നിന്ന് ഓർത്തോളുക, ഓൾ ഇന്ത്യ കബഡി ഫെഡറേഷൻ ഏത് വർഷമാണ്? 1950. ഏത് രാജ്യത്തിന്റെ നാഷണൽ സ്പോർട്സ് ആണ് കബഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിന്റെ നാഷണൽ സ്പോർട്സ് ആണ് കബഡി എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു ഗെയിം എത്ര നേരമാണ് ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 minutes with 5 minute break ആണ്. കബഡിയിൽ ഓരോ ടീമിലും എത്ര മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക എന്ന് അറിയുക, 7 മെമ്പേഴ്സ്. അപ്പൊ എല്ലാ ഫാക്ടുകളും ഓർക്കാലോ. അതായത് ഫസ്റ്റ് നോൺ റൂൾസ് ഓഫ് കബഡി ഫോർമുലേറ്റ് എവിടെയാണ്? മഹാരാഷ്ട്ര. ഓൾ ഇന്ത്യ കബഡി ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1950 ഏത് രാജ്യത്തിന്റെ നാഷണൽ സ്പോർട്സ് ആണ് കബഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശ്. ശരിക്കും എത്ര നാള് നീണ്ടു നിൽക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 minutes. എത്ര നാളെ നീണ്ടു നിൽക്കും മീൻസ് എത്ര ടൈം ആണ് അതിന്റെ ഡ്യൂറേഷൻ? 40 minutes with 5 minutes break. ഓരോ ടീമിലും എത്ര മെമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മെമ്പേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നവറോസ് ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ബൈ വിച്ച് റിലീജിയസ് കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏതു റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ് നവറോസ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അറിയുക, പാർസി കമ്മ്യൂണിറ്റിയാണ്. അപ്പോ പാർസി ന്യൂ ഇയർ അല്ലെങ്കിൽ പേർഷ്യൻ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് കേട്ടോ. പാർസി ന്യൂ ഇയർ അല്ലെങ്കിൽ പേർഷ്യൻ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് എന്ന് പറയുന്നത് നവറോസ് എന്ന് പറയുന്നത്. ഈ നവറോസ് ഫെസ്റ്റിവലിനെ നമ്മുടെ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം 2016 ആണ്. ഏതാണ് ഞാൻ ലിസ്റ്റ് പറഞ്ഞത്? യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റ്. യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് നവറോസ് ഫെസ്റ്റിവലിനെ എന്ത് ചെയ്യുന്നു? 2016 ആഡ് ചെയ്യുന്നത്. ഓർത്തോളുക, നവറോസ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ പേർഷ്യൻ അല്ലെങ്കിൽ പാർസി ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. 2016 യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് നവറോസ് ഫെസ്റ്റിവലിനെ ആഡ് ചെയ്യുന്നൂടെ ഓർക്കുക. ഓക്കെ, കഴിഞ്ഞില്ല. ഈ നവറോസ് ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് അറിയണം. നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റി റൂളർ ആയിട്ടുള്ള ബാൽബൻ ആണ്, അല്ലെങ്കിൽ സേവിയർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന, ഓക്കെ, സേവിയർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ബാൽബൻ ആണ് നവറോസ് ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാൽബനെയാണ് സേവിയർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി ഈ ബാൽബൻ തന്നെയാണ്, ബാൽബൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 2 കസ്റ്റംസ് ആണ് സിജഡയും പൈബോസും. എപ്പോഴും ചോദിക്കും കേട്ടോ. ബാൽബൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 കസ്റ്റംസ് ആണ് സിജഡയും പൈബോസും. അതുപോലെ തന്നെ ബ്ലഡ് ആൻഡ് അയൺ പോളിസി കേട്ടോ. ബ്ലഡ് ആൻഡ് അയൺ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ബാൽബൻ തന്നെയാണ്. അപ്പോ 3 പോയിന്റ്സുകൾ ബാൽബനെ പറ്റി ഇവിടെ പറഞ്ഞു. 4 പോയിന്റ്സുകൾ: സേവിയർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്, സിജഡ ആൻഡ് പൈബോസ് 2 പേർഷ്യൻ കസ്റ്റംസ്, പേർഷ്യൻ ആണെന്ന് ഓർക്കുക. സിജഡ ആൻഡ് പൈബോസ് എന്ന് പറയുന്ന 2 പേർഷ്യൻ കസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ബാൽബൻ ആണ്. ബ്ലഡ് ആൻഡ് അയൺ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ബാൽബൻ തന്നെയാണെന്ന് ഓർക്കുക. ഇനി
ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു അതായത് ഈ ബാൽബൻ തന്നെയാണ് ഇവിടെ പറഞ്ഞു നൗറോസ് ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? നൗറോസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് പേർഷ്യൻ അല്ലെങ്കിൽ പാർസി ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണെന്ന് അറിയുക. നൗറോസ് ഫെസ്റ്റിവലിനെ യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് 2016 ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫെസ്റ്റിവൽ ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബാൽബൻ ആണ്. സേവിയർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് അറിയപ്പെടുന്നു. സിജഡെ ആൻഡ് പൈബോസ് എന്ന് പറയുന്ന രണ്ട് പേർഷ്യൻ കസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബ്ലഡ് ആൻഡ് അയൺ പോളിസി കൊണ്ടുവരുന്നത് ആര് തന്നെയാണ്? ബാൽബൻ തന്നെയാണ്. ഇനി ബാൽബൻ took up the title സിൽ-ഇലാഹി. സിൽ-ഇലാഹി എന്ന് പറഞ്ഞാൽ ഷാഡോ ഓഫ് ഗോഡ്. ബാൽബൻ took up the title സിൽ-ഇലാഹി, ഷാഡോ ഓഫ് ഗോഡ് എന്നാണ് മീനിങ് കേട്ടോ. ബാൽബൻ took up the title സിൽ-ഇലാഹി, ഷാഡോ ഓഫ് ഗോഡ് എന്നാണ് മീനിങ്. അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാമല്ലോ. പറഞ്ഞത് ഇങ്ങനെ നൗറോസ് ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൽബൻ. ഈ ബാൽബനെയാണ് സേവിയർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് അറിയപ്പെടുന്നത്. സിജഡ പൈബോസ് രണ്ട് പേർഷ്യൻ കസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബാൽബനാണ്. ബ്ലഡ് ആൻഡ് അയൺ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ബാൽബൻ തന്നെയാണ്. ബാൽബൻ took up the title സിൽ-ഇലാഹി, that means ഷാഡോ ഓഫ് ഗോഡ് എന്നാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ. ലെസിം ഈസ് എ ഫോക്ക് ഡാൻസ് ഓഫ് ലെസിം ഈസ് എ ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? അപ്പൊ ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള ഫോക്ക് ഡാൻസ് ആണ് ലെസിം എന്ന് പറയുന്നത്? അപ്പൊ ലെസിം ഏത് സ്റ്റേറ്റിലെ ഫോക്ക് ഡാൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര. അപ്പോ ലാവണി എവിടെയാണ്? ലാവണി മഹാരാഷ്ട്രയാണ്. തമാശ എവിടെയാണ്? തമാശ മഹാരാഷ്ട്രയാണ്. കോലി എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ദങ്കാരി ഗാജ കേട്ടോ, ഇത് ഇത്ര എപ്പോഴും ചോദിക്കുന്നതാണ്. ദങ്കാരി ഗാജ ഇത് എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് പറഞ്ഞത്. ലെസിം ഡാൻസ് എവിടെയാണ് ചോദിച്ചത്? മഹാരാഷ്ട്ര. ഓർത്തോളുക, ലാവണി, തമാശ, കോലി, ദങ്കാരി ഗാജ കേട്ടോ. ഏതൊക്കെയാണ്? ലാവണി, തമാശ, കോലി, ദങ്കാരി ഗാജ ഇതെല്ലാം എവിടെയാ? മഹാരാഷ്ട്രയിൽ തന്നെയാ. ഈ ലാവണി ഡാൻസ് എന്ന് പറയുമ്പോൾ പവർഫുൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് കേട്ടോ. പവർഫുൾ എക്സ്പ്രഷൻ ആൻഡ് ഫാസ്റ്റ് പേസ്ഡ് റിതം. ഓക്കെ, ഒരു കാര്യം കൂടെ കണക്ട് ചെയ്ത് പറയാനുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് പവർഫുൾ എക്സ്പ്രഷൻ ആൻഡ് ഫാസ്റ്റ് പേസ്ഡ് റിതം. ഈ ഫാസ്റ്റ് പേസ്ഡ് റിതത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ധോൽക്കി ആണ് കേട്ടോ, ധോൽക്കി. ഓക്കെ, ധോൽക്കി. അപ്പൊ ലാവണി ഡാൻസില് പവർഫുൾ എക്സ്പ്രഷൻ ആൻഡ് ഫാസ്റ്റ് പേസ്ഡ് റിതം. ഈ റിതത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ധോൽക്കി. ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനെയാണ് പറഞ്ഞത്. ലെസിം ഫോക്ക് ഡാൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര. ലാവണി, തമാശ, കോലി, ദങ്കാരി ഗാജ എവിടെയാണ്? മഹാരാഷ്ട്രയിൽ തന്നെയാണ്. ലാവണി ഡാൻസ് എന്ന് പറയുമ്പോൾ പവർഫുൾ എക്സ്പ്രഷൻ ആൻഡ് ഫാസ്റ്റ് പേസ്ഡ് റിതം. വീണ്ടും ഓർക്കേണ്ടത്, ഇനി ഈ ഒരു റിതത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ അത് ധോൽക്കി ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ചാപ്പാർ മേള ഈസ് ഹെൽഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്? ചാപ്പാർ മേള അത് മെയിൻലി എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അറിയണം. ചാപ്പാർ മേള എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പഞ്ചാബിലാണ്. അപ്പോ ലോഹ്രി എവിടെയാണ്? ലോഹ്രി പഞ്ചാബിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബൈശാഖി ഫെസ്റ്റിവൽ അതും എവിടെയാ? പഞ്ചാബിൽ. മുന്നേക്കുള്ള ക്ലാസ്സിൽ ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതായത് 1699 സിഖ് ഗുരുവായിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ് അല്ലെ, 1699 സിഖ് ഗുരുവായിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ് കൽസ പന്ത് ഫോം ചെയ്യുന്നുണ്ട്. ഇൻ ദ ഇയർ 1699 സിഖ് ഗുരു ഗോബിന്ദ് സിംഗ് ഫോംഡ് കൽസ പന്ത്. ടു കോമമറേറ്റ് ദ ഇവന്റ് വി സെലിബ്രേറ്റഡ് ബൈശാഖി ഫെസ്റ്റിവൽ ഇൻ പഞ്ചാബ്. അതായത് 1699 സിഖ് ഗുരുവായിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ് കൽസ പന്ത് ഫോം ചെയ്തു. ഈ ഇവന്റിനെ കോമമറേറ്റ് ചെയ്യാനാണ് നമ്മൾ പഞ്ചാബിൽ എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഏപ്രിൽ മന്ത് ആണ്. എഗെയിൻ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കറിയാം 1990 ജാലിയൻ വാലാബാഗ് മസാക്കർ അല്ലെ. ഈ ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുന്ന ടൈമില് പഞ്ചാബിൽ ഏത് ഫെസ്റ്റിവൽ ആയിരുന്നു സെലിബ്രേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതിനും ആൻസർ ബൈശാഖി ഫെസ്റ്റിവൽ ആണ്. പറഞ്ഞത് ഇങ്ങനെ, ചാപ്പാർ മേള എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതിന് ആൻസർ പഞ്ചാബ്. ലോഹ്രി എവിടെയാണ്? പഞ്ചാബില്. ബൈശാഖി ഫെസ്റ്റിവലും പഞ്ചാബിൽ തന്നെയാണെന്ന് ഓർക്കുക. 1699 സിഖ് ഗുരുവായിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ് കൽസ പന്ത് ഫോം ചെയ്യുന്നു. ഈ ഇവന്റിനെ കോമമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചാബിൽ ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് അറിയുക, ഏപ്രിൽ മന്ത്. 1990 ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുന്ന ടൈമില്
പഞ്ചാബിൽ സെലിബ്രേറ്റ് ചെയ്ത ഫെസ്റ്റിവൽ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ബൈശാഖി ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, ഇനി വീണ്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ അസോസിയേറ്റഡ് വിത്ത്, വീണ്ടും ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻ ആണ്. ഫെസ്റ്റിവൽ അസോസിയേറ്റഡ് വിത്ത് ദി ഹാർവെസ്റ്റ് ഓഫ് റാബി ക്രോപ്സ്. റാബി ക്രോപ്സിന്റെ ഹാർവെസ്റ്റ് സമയത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് വെച്ചാൽ അതിനും ആൻസർ ഏതാണ്? ബൈശാഖി ഫെസ്റ്റിവൽ ആണ്. ഇവിടെ പറഞ്ഞ ഇങ്ങനെ ചാപ്പാർ മേള സെലിബ്രേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബില്. ഓർക്കുക, ലോഹ്രി എവിടെയാണ്? പഞ്ചാബിലാണ്. ബൈശാഖി ഫെസ്റ്റിവലും പഞ്ചാബിൽ തന്നെ. ഇൻ ദ ഇയർ 1699 സിഖ് ഗുരു ഗുരു ഗോബിന്ദ് സിംഗ് ഫോംഡ് കൽസാ പന്ത് ടു commemorate the event. We celebrated ബൈശാഖി ഫെസ്റ്റിവൽ ഇൻ പഞ്ചാബ്. ഏത് മന്തിലാണെന്ന് അറിയണം? ഏപ്രിൽ മന്ത്. ദെൻ ഇത് കൂടാതെ ഓർത്തോളുക, ഫെസ്റ്റിവൽ അസോസിയേറ്റഡ് വിത്ത് ഹാർവെസ്റ്റ് ഓഫ് റാബി ക്രോപ്പ്. റാബി ക്രോപ്സിന്റെ ഹാർവെസ്റ്റ് സമയത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? ബൈശാഖി ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് സ്റ്റേറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ട്രഡീഷണൽ മാർഷൽ ആർട്ട് ഗഡ്ക? അപ്പൊ ഗഡ്ക എന്നുള്ളത് ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള മാർഷൽ ആർട്ട് ആണ്? അങ്ങനെ വെച്ചാൽ അതിന് ആൻസർ പഞ്ചാബ് ആണ്. ആയോധന കല ഇല്ലേ? അത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മാർഷൽ ആർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. കേരളത്തിൽ നിന്നുള്ള മാർഷൽ ആർട്ട് ആണ് കളരിപ്പയറ്റ്. കേട്ടോ, കേരളത്തിൽ നിന്നുള്ള മാർഷൽ ആർട്ട് ഏതാണ്? കളരിപ്പയറ്റ്. തമിഴ്നാട്ടിൽ നിന്നുള്ള മാർഷൽ ആർട്ട് ആണ് സിലംബം എന്ന് പറയുന്നത്. കേട്ടോ, കേരളത്തിൽ നിന്ന് ഏതാണ്? കളരിപ്പയറ്റ്. തമിഴ്നാട്ടിൽ നിന്ന് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? സിലംബം. ഇനി മഹാരാഷ്ട്രയിൽ നിന്നാണെങ്കിൽ മർദാണി കേല്. ഓക്കെ, മഹാരാഷ്ട്രയിൽ നിന്നാണെങ്കിൽ മർദാണി കേല്. മധ്യപ്രദേശിൽ നിന്നാണെങ്കിൽ മല്ലക്കാമ്പ. ഓക്കെ, അപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് കളരിപ്പയറ്റ്, തമിഴ്നാട്ടിൽ നിന്ന് സിലംബം, മഹാരാഷ്ട്രയിലാണെങ്കിൽ മർദാണി കേല്, മധ്യപ്രദേശ് ആണെങ്കിൽ മല്ലക്കാമ്പ. എല്ലാം നോട്ട് ചെയ്തോണേ. മിസോറാമിൽ നിന്നുള്ള മാർഷൽ ആർട്ട് ആണ് ഇൻബുവാൻ എന്ന് പറയുന്നത്. മിസോറാമിൽ നിന്ന് ഏതാണ്? ഇൻബുവാൻ. സിക്കിമിൽ നിന്നുള്ള മണിപ്പൂരിൽ നിന്നുള്ള മാർഷൽ ആർട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്തയാണ്. കേട്ടോ, അപ്പൊ ഓർത്തോളുക, മണിപ്പൂരിൽ നിന്നുള്ള മാർഷൽ ആർട്ട് ആണ് താങ്ത. താങ്ക പെയിന്റിംഗ് എവിടെയാണെന്ന് ചോദിക്കും, അത് സിക്കിമിലാണ്. താങ്ക പെയിന്റിംഗില് ഏത് ഗോഡിന്റെ ഇമേജസ് ആണ് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അത് ബുദ്ധിസം ആണ്. അല്ലെങ്കിൽ ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു താങ്ക പെയിന്റിങ്സ്, അത് ബുദ്ധിസം ആണ്. താങ്ക പെയിന്റിംഗിൽ നമുക്ക് കാണാൻ പറ്റുന്ന ലോഡ് ആരുടെയാണ്? ഏത് ലോഡിന്റെ ഇമേജസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ബുദ്ധയുടെ ഇമേജസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഓർക്കുക. അതായത് മാർഷൽ ആർട്ട് ആണ് പറഞ്ഞത്. ഗഡ്ക എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ പഞ്ചാബിലാണ്. കേരളത്തിൽ നിന്ന് മാർഷൽ ആർട്ട് ആണ് കളരിപ്പയറ്റ്. തമിഴ്നാട് ആണെങ്കിൽ സിലംബം, മഹാരാഷ്ട്ര ആണെങ്കിൽ മർദാണി കേല്, മധ്യപ്രദേശ് ആണെങ്കിൽ മല്ലക്കാമ്പ, മിസോറാം ആണെങ്കിൽ ഇൻബുവാൻ, മണിപ്പൂർ ആണെങ്കിൽ താങ്ത, ഇനി അതുപോലെ ബീഹാർ ആണെങ്കിൽ പാരിക്കാണ്ട. കേട്ടോ, എല്ലാ പേരും നോട്ട് ചെയ്തൊന്ന് പഠിക്കണേ. അപ്പൊ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ഗഡ്ക എവിടുത്തെ മാർഷൽ ആർട്ട് ആണെന്ന് വെച്ചാൽ ആൻസർ പഞ്ചാബ്. കേരളത്തിൽ നിന്നുള്ള മാർഷൽ ആർട്ട് ആണ് കളരിപ്പയറ്റ്. തമിഴ്നാട്ടിൽ നിന്നുള്ള മാർഷൽ ആർട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലംബം. മഹാരാഷ്ട്രയിൽ നിന്ന് മർദാണി കേലും, മധ്യപ്രദേശിൽ നിന്ന് മല്ലക്കാമ്പയും, മിസോറാമിൽ നിന്ന് ഇൻബുവാനും, മണിപ്പൂരിൽ നിന്ന് താങ്തയുമാണ്. താങ്ത മാർഷൽ ആർട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിപ്പൂര്. അവിടെ നിന്ന് ഓർത്തോളുക, താങ്ക പെയിന്റിംഗ് എവിടെയാണ്? അത് സിക്കിമിലാണ്. ഈ പെയിന്റിംഗിൽ നമുക്ക് ഏത് ലോഡിന്റെ ഇമേജസ് ആണ് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ബുദ്ധ. ബീഹാറിൽ നിന്നുള്ള മാർഷൽ ആർട്ട് ആണ് പാരിക്കാണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ ശരിക്കും ക്വസ്റ്റ്യൻസ് കുറച്ചേ ഉള്ളെങ്കിലും ഓരോ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ ഫാക്ടുകൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ശരിക്കും ഈ ഒരു ടൈം പീരീഡ് കൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റി. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ടുകളും നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യുക, പറഞ്ഞ ഫാക്ടുകളെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചോളുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.